നമസ്കാരം 9ാം ക്ലാസ്സിലെ കൂട്ടുകാരെ. ഹിന്ദി പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ പാഠഭാഗമായ ബഹുത് ദിനോं के बाद എന്ന കവിതാഭാഗം നമുക്കിന്നിവിടെ പരിചയപ്പെടാം. എഴുതിയിരിക്കുന്ന നാഗാർജുനാണ്. കവി തൻ്റെ ഗ്രാമത്തിലേക്ക് പോയപ്പോൾ അവിടെയുള്ള മനോഹരമായ പ്രകൃതി ഭംഗി തൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ മുഖേന ആസ്വദിച്ച് കവിതാരൂപത്തിൽ ചിത്രീകരിച്ചിരിക്കുകയാണ് ഇവിടെ. നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. ബഹുത് ദിനോं के बाद अब की मैंने जी पर देखी पकी सुनहली फसलों की मुस्कान. എന്താ ബഹുത് ദിനോं के बाद? ഒത്തിരി നാളുകൾക്ക് ശേഷം. അബ് കി മേനെ ജീഫർ ദേക്കി, അബ് മേനെ ഞാൻ ഇപ്പോൾ, ജീഫർ ജീഫർ എന്ന് പറഞ്ഞാൽ മനം നിറയെ, ദേക്കി കണ്ടു, ഞാൻ ഒത്തിരി നാളുകൾക്ക് ശേഷം ഞാൻ മനസ്സ് നിറച്ചു കണ്ടു. എന്താ? പക്കി പക്കി സുനഹലി ഫസലോങ്കി മുസ്കാൻ, പക്കി വിളഞ്ഞ, സുനഹലി സ്വർണ്ണ നിറത്തിലുള്ള, ഫസൽ ധാന്യങ്ങൾ, മുസ്കാൻ പുഞ്ചിരി. അതെ, വിളഞ്ഞ സ്വർണ്ണ നിറത്തിലുള്ള ധാന്യങ്ങളുടെ പുഞ്ചിരി ഞാൻ ഒത്തിരി നാളുകൾക്ക് ശേഷം മനസ്സ് നിറച്ചു കണ്ടു. ഇതാണ് ഈ സ്റ്റാൻസയുടെ അർത്ഥം. അടുത്ത സ്റ്റാൻസയിലേക്ക് പോകാം. ബഹുത് ദിനോं के बाद अब की मैं जीफर सुन पाया दान കൂട്ടത്തി കിഷോരിയോങ്കി കോകിൽ കണ്ടി താൻ. ഒത്തിരി നാളുകൾക്ക് ശേഷം നെല്ല് കുത്തുമ്പോൾ കൗമാരക്കാരായ പെൺകുട്ടികൾ കുയിലിനെ പോലെ മനോഹരമായി പാടുന്നത് ഞാൻ കേട്ടു. ദാന് കൂട്ടത്തി എന്ന് പറഞ്ഞാൽ നെല്ല് കുത്തുന്ന, കിഷോരിയാം കൗമാരക്കാരായ പെൺകുട്ടികൾ, താൻ നാദം ഗാനം, കോകിൽ കണ്ടി താൻ കുയിലിനെ പോലെയുള്ള പാട്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റാൻസയിൽ പറഞ്ഞിരിക്കുന്നത് നമ്മളെന്താണ് പറഞ്ഞത്? പക്കി സുനഹലി ഫസലോങ്കി മുസ്കാൻ, ഇത് കവി കണ്ടു എന്നാണ്. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ പഞ്ചേന്ദ്രിയം കണ്ണുകളാണ്. കണ്ണുകൾ കൊണ്ട് കണ്ടു എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ സ്റ്റാൻസയിൽ പറഞ്ഞത് എന്താണ്? കേട്ടു, സുനുപായ കേട്ടു. അപ്പോൾ ചെവികൾ കൊണ്ട് കേട്ടു. എന്താ കേട്ടത്? സുന്ദരമായ ഗാനം കേട്ടു. നമുക്ക് മൂന്നാമത്തെ സ്റ്റാൻസയിലേക്ക് പോകാം. ബഹുത് ദിനോं के बाद अब की मैंने जीफर सूखे मौल सिरी के ढेर ढेर से तासे टटके फूल. ഒത്തിരി നാളിന് ശേഷം അബ് കി മേനെ ജീഫർ, ഇപ്പോൾ ഞാൻ എൻ്റെ മനസ്സ് നിറച്ച് സൂഖ്യ. എന്താ അർത്ഥം? എന്താണ്? മണപ്പിച്ചു, മണത്തു. എന്താണ്? മൗൽസിരി. എന്താ മൗൽസിരി എന്ന് പറഞ്ഞാൽ ഒരു വൃക്ഷത്തിൻ്റെ പേരാണ്, ഇലഞ്ഞി മരം. അതിനകത്തുള്ള താസേ ടടുക്കിയ ഫൂൽ, ഫ്രഷ് നല്ല വിരിഞ്ഞ പൂക്കളുടെ മണം, സുഖേ മണത്തു. അപ്പോൾ ഇവിടുത്തെ ഇന്ദ്രിയം എന്താണ്? മൂക്കാണ്. മണപ്പിച്ചു നോക്കുക. ഒത്തിരി നാളിന് ശേഷം ആ കവി ഇലഞ്ഞി മരത്തിൻ്റെ ഫ്രഷായിട്ടുള്ള ഇപ്പോൾ പൂത്ത പൂക്കളുടെ മണം ആസ്വദിച്ചു എന്നാണ് ഈ സ്റ്റാൻസയിൽ പറയുന്നത്. ഇവിടുത്തെ ഇന്ദ്രിയം നാക്കാണ്, മൂക്ക്. നാക്ക് എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ മൂക്കാണ്. നമുക്ക് അടുത്ത സ്റ്റാൻസയിലേക്ക് പോകാം. ബഹുത് ദിനോं के बाद अब की मैं जीफर छू पाया अपनी गवई की പകടണ്ടി की ചന്ദൻ വർണ്ണ ധൂൽ. ഒത്തിരി നാൾക്ക് ശേഷം എന്താ കവി? ഞാൻ എൻ്റെ ഗ്രാമത്തിലെ ഒറ്റയിടിപ്പാതയിലെ ചന്ദനവർണ്ണത്തിലുള്ള പൊടി സ്പർശിച്ചു എന്നാണ്. ഛൂപായ, ചൂന തൊടുക അല്ലെങ്കിൽ സ്പർശിക്കുക. ഗവൈ, അപ്പനി ഗവൈ സ്വന്തം ഗ്രാമത്തിലെ, പകടണ്ടി ഒറ്റയടിപ്പാത, മണ്ണുണ്ടല്ലോ, മണ്ണ്, ചന്ദനവർണ്ണ ധൂൽ, നമ്മുടെ മണ്ണിനെയാണ് ചന്ദന നിറത്തിലുള്ള പൊടി എന്ന് പറയുന്ന. ആ ചന്ദന നിറത്തിലുള്ള പൊടി ഞാൻ സ്പർശിച്ചു എന്നാണ് ഈ സ്റ്റാൻസിൽ പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഇന്ദ്രിയം എന്താണ്? ചൂന, സ്പർശിക്കുക, തൊലിയാണ്. അപ്പോൾ
ഓരോ സ്റ്റാൻസയിലും ഓരോ പഞ്ചേന്ദ്രിയം മുഖേന പ്രകൃതി ഭംഗി ആസ്വദിക്കുകയാണ് കവി. നമുക്ക് അടുത്ത സ്റ്റാൻസയിലേക്ക് പോകാം. बहुत दिनों के बाद अब की मैंने जीफर ताल मखाना खाया ഖന്നെ ജ്യൂസെ ജീഫർ. ബഹുത്ത് ദിനോങ്കെ ബാദ് ഒത്തിരി നാളിന് ശേഷം ഞാൻ എന്ത് ചെയ്തു? താലമക്കാന. എന്താ താലമക്കാന? അത് ഫോക്സ് നട്ടാണ്, ലോട്ടസ് സീഡെന്നും അതിന് പറയാറുണ്ട്. അപ്പോൾ താലമക്കാന കഴിച്ചു. പിന്നെ എന്താണ്? ഷുഗർ കെയിൻ ജ്യൂസ് കുടിച്ചു. ഗന്നെ ജ്യൂസെ കരിമ്പിൻ്റെ ജ്യൂസാണ്. ഗന്നെ ജ്യൂസെ ആ ഷുഗർ കെയിൻ ജ്യൂസ് കുടിച്ചു. താൽ മഖാന കഴിച്ചു. അപ്പോൾ ഇവിടുത്തെ ഇന്ദ്രിയം എന്താണ്? സ്വാദാണല്ലേ, നാക്ക് സ്വാദ്, രുചിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് നാളിന് ശേഷം ആ കവി താൽ മഖാന കഴിച്ചു, ഗന്നെ ജ്യൂസ് കുടിച്ചു. ഇനി അവസാന പാരഗ്രാഫിലേക്ക് പോകാം. ബഹുത്ത് ദിനോങ്കെ ബാദ് അബ്കി മേനെ ജീഫർ ഫോഗെ ഗന്ധ് രൂപ് രസ് ശബ്ദ സ്പർശ് അബ് സാത്ത് സാത്ത് ഇസേ ഫൂപ്പർ. അപ്പോൾ എന്താണ്? ഒത്തിരി നാളിന് ശേഷം അദ്ദേഹം കവി മനസ്സ് നിറച്ച് മണത്തു, കണ്ടു, രുചിച്ചു, കേട്ടു, തൊട്ടു. പ്രകൃതി സൗന്ദര്യങ്ങൾ ഓരോ സ്റ്റാൻസയിലും ആദ്യം എന്താണ്? ഫസൽ കണ്ണ് നിറച്ച് കണ്ടു എന്നാണ്. ധാന്യങ്ങൾ വിളഞ്ഞു നിൽക്കുന്ന. രണ്ടാമത്തതിൽ കോകില ഗാനം കേട്ടു. മൂന്നാമത്തതിൽ എന്താണ്? പൂക്കൾ, ഇലഞ്ഞിമരത്തിൻ്റെ മൗത്സരി, ഇലഞ്ഞിമരത്തിൻ്റെ ഫ്രഷ് പൂക്കളുടെ മണം മണത്തു. നാലാമത്തെ സ്റ്റാൻസിൽ എന്താ പറയുന്നത്? നാലാമത്തെ സ്റ്റാൻസിൽ പറയുന്നത് തൻ്റെ ഗ്രാമത്തിലെ ഒറ്റയടി പാതയിലെ മണ്ണെന്ത് ചെയ്തു? ചൂപ്പായ, സ്പർശിച്ചു. അടുത്ത സ്റ്റാൻസിൽ പറയുന്നത് താൽ മഖാനാകായ കഴിച്ചു, രുചിച്ചു എന്നുള്ള പഞ്ചേന്ദ്രിയത്തിൻ്റെ ഒരു ഗുണങ്ങൾ ആണ് ഈ പറയുന്നത്. ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് എന്താണ്? തൻ്റെ ഇത്രയും പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് താൻ ഇപ്രകാരമാണ് പ്രകൃതിയെ മനം നിറഞ്ഞ് ആസ്വദിച്ചത് എന്നാണ് പറയുന്നത്. നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ ചട്പട്ട് ഔർ നട്കട്ട് എന്ന പാഠഭാഗത്തിലും ഇതുപോലെ ചട്പട്ട് അവസാനം പ്രകൃതിയെ ആസ്വദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ കവിതയിൽ നാഗാർജുന എന്താ പറയുന്നത്? തൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നാം നമ്മുടെ പ്രകൃതിയെ ആസ്വദിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ കവിതാഭാഗം ഇവിടെ പഠിപ്പിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ആക്ടിവിറ്റീസ് അടുത്ത ക്ലാസ്സിൽ തരുന്നതായിരിക്കും.